നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈയിടെ ഞാനൊരു ആത്മഹത്യാ ശ്രമം നേരിട്ട് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. 2011 കാലഘട്ടത്തിൽ ഇതുപോലുള്ള ആത്മഹത്യാ ശ്രമം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതായത് എക്സാമിൽ തോറ്റു കഴിഞ്ഞപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്ന ഒരു ചിന്തയിൽ നിന്ന് അത് തരണം ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് അവർ ആത്മഹത്യാ ശ്രമം നടത്തി. എന്നാൽ പിന്നീട് ഇപ്പോൾ അവർ സുഖമായി ജീവിക്കുന്നു. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായി ജീവിക്കുന്നു. ആ ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു പ്രവൃത്തിയാണ് ആത്മഹത്യ. അതിൽ നിന്ന് നമ്മൾ അവരെ പിന്തിരിപ്പിക്കണം. നമ്മൾ പരമാവധി അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എന്തുകൊണ്ട് അവരത് ട്രൈ ചെയ്തു, എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കണം. അതേ സ്ഥലത്ത് ആ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച അതേ സ്ഥലത്ത് വീണ്ടും അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കാതിരിക്കുക. പരമാവധി അവരെ ഏകദേശം 1-2 ആഴ്ച അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ഒരാവശ്യമായ ഒരു ഘടകമാണ്. ഇവിടെ 2 ദിവസം മുമ്പ് ഞാൻ കണ്ട ആത്മഹത്യാ ശ്രമത്തിൽ ഏകദേശം ഒരു 5 മിനിറ്റ് ഒന്ന് പിന്നിലോട്ട് പോയിരുന്നെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് കുട്ടിയുണ്ട്, ഭർത്താവുണ്ട്. എന്തുകൊണ്ട് അവരത് ചെയ്യാനുള്ള അവർക്ക് തോന്നി എന്നതിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കുകയും അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്കുണ്ട്. അതുകൊണ്ട് ആത്മഹത്യ ഒന്നിനുമുള്ള ഒരു ഉത്തരമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് തുറക്കാൻ കഴിയും എന്ന് തോന്നുന്ന ഒരാളുമായിട്ട് എല്ലാം ഷെയർ ചെയ്യാൻ പരമാവധി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.